ഇന്ത്യയെ ഒട്ടാകെ, ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവനും ഞെട്ടിച്ച ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഏറ്റവും ദുരന്തപൂർണമായ വിമാന അപകടങ്ങളിൽ ഒന്നായിരുന്നു അഹമ്മദാബാദ് ലണ്ടൻ ബോയിങ് വിമാനം തകർന്നു വീണത്. ഏതാണ്ട് 242 യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് ദൈവത്തിന്റെ കരങ്ങൾ പോലെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. ബാക്കി 241 പേരും കത്തി അമർന്നുപോയി. മുഖം പോലും തിരിച്ചറിയാനാകാതെ, അവരുടെ ശരീരം പോലും തിരിച്ചറിയാനാകാത്ത തരത്തിലാണ് അവർ കത്തി അമർന്നു പോയത്. എന്നാൽ മൊത്തത്തിൽ 275 പേർ മരിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ആ വിമാനം തകർന്നു വീണത് ഒരു മെഡിക്കൽ സ്റ്റുഡൻസ് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ മുകളിലേക്കാണ്. അതും മെസ്സിന്റെ മുകളിലേക്കാണ് തകർന്നു വീണത്. അതോടൊപ്പം ഹോസ്റ്റൽ റൂംസും ഉണ്ടായിരുന്നു, അതും ഉച്ചയ്ക്ക് കറക്റ്റ് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത്. അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട ബാക്കിയുള്ള കുറച്ച് ആൾക്കാരും, ഏതാണ്ട് 23ഓളം സ്റ്റുഡൻസിന്റെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഹോസ്റ്റൽ റൂമിനകത്ത് നിന്ന്. അതോടൊപ്പം തന്നെ മറ്റ് കുറച്ചധികം ആൾക്കാർ, അതവിടെ പാചകം ചെയ്തിരുന്ന സ്ത്രീയും അവരുടെ കൊച്ചുമകനും ഉൾപ്പെടെ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്യ ആൾക്കാർ, അതായത് താഴെ കൂടെ നടന്നുപോയ ആൾക്കാർ ഈ വന്ന് വീണ് മരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഹോസ്റ്റലിലുള്ള കുറേയധികം ആൾക്കാർ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ വിമാന ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അഹമ്മദാബാദ് ലണ്ടൻ ബോയിങ് വിമാനത്തിന്റെ തകർച്ച അല്ലെങ്കിൽ അപകടം എന്ന് പറയുന്നത്. വിമാന അപകടം ഉണ്ടായതിന്റെ യഥാർത്ഥ കാരണക്കാർ ആരാണെന്ന് പരസ്പരം നോക്കി പഴിചാരുകയാണ് അധികൃതരും അതോടൊപ്പമുള്ള അതിന്റെ ഉദ്യോഗസ്ഥരും എല്ലാം. ആരുടെ മേലിൽ പഴി ചാരണം എന്നാണ് അവർ ആലോചിക്കുന്നത്. കുറച്ച് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അതിന്റെ പൈലറ്റ്, അദ്ദേഹം ഏതാണ്ട് 8500ഓളം മണിക്കൂറുകൾ പറത്തി പരിചയമുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സീനിയർ പൈലറ്റ് ആയിരുന്നു. കോ പൈലറ്റും അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഇതിനുശേഷം വിരമിക്കാനൊരു വ്യക്തിയാണ്. ഈ ഒരു സർവീസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് വിരമിച്ച് വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷപൂർവ്വം റിട്ടയർമെന്റ് ലൈഫ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിചയക്കുറവെന്ന് ഒരിക്കലും അവിടെ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അദ്ദേഹം ലിവറിന് പകരം ഫ്ലിപ്പായിട്ടുള്ള ആ ചിറകിന്റെ കാര്യങ്ങളാണ് പിടിച്ചുയർത്തിയെന്നൊക്കെ വെറും സ്റ്റുപ്പിഡിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോ ആൾക്കാരും ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ബോയിങ് എന്ന് പറയുന്ന വിമാന കമ്പനി, അല്ലെങ്കിൽ ബോയിങ് എയർലൈൻ, ഡ്രീം എയർലൈനർ എന്ന് പറയുന്ന ഒരു ഡ്രീം വിമാന കമ്പനിയാണ്. ബോയിങ്ങിൽ പോകുക എന്ന് പറയുന്നത് ഏതാണ്ട് വലിയ പൊങ്ങച്ചം അല്ലെങ്കിൽ ഭയങ്കര സുരക്ഷിതമാണ് എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും ഭയാനകമായ ഒരു അപകടം ബോയിങ് നമ്മുടെ രാജ്യത്തിന് സമ്മാനിച്ചു കൊടുത്തത്. 70ഓളം ബോയിങ്ങുകളാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ളത്. അതിൽ ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത് ഇവരുടെ സുരക്ഷാ പരിശോധന കർശനമായിട്ട് നടത്തണമെന്നാണ്. ഈ ബോയിങ് വിമാന കമ്പനിയെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വർക്ക് ചെയ്തിരുന്ന ടെക്നിക്കൽ എഞ്ചിനീയർമാർ പരാതിപ്പെട്ടിരുന്നു. വളരെ മെയിൻ ആയിട്ടുള്ള ടെക്നിക്കൽ എഞ്ചിനീയേഴ്സിനെ ടെക്നിക്കാലിറ്റിയുടെ ഹെഡ് ആയിട്ടിരുന്ന ഒരു വ്യക്തി ഈ ബോയിങ്ങിന്റെ പല പാർട്ടുകളും ഉണ്ടാക്കുന്ന പഴകിയ വിമാനങ്ങളുടെ പാർട്ട് വെച്ചാണെന്നും, അതുമാത്രമല്ല അവർ പല ക്വാളിറ്റി ഇല്ലാത്ത കാര്യങ്ങളും സുരക്ഷയ്ക്ക് യാതൊരു പ്രാധാന്യവും അവർ നൽകുന്നില്ലെന്നും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ അവിടെ വർക്ക് ചെയ്തിരുന്ന ടെക്നിക്കൽ എഞ്ചിനീയർമാർ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന ഒരു വ്യക്തി ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പകരം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിന് അദ്ദേഹത്തോട് അവർ ചെയ്തത് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. ഇതിലും വലിയ എവിഡൻസുമായിട്ട് വന്ന വേറൊരു ഉദ്യോഗസ്ഥനെ ദുരൂഹമായ സാഹചര്യത്തിലാണ് പിന്നീട് മരണപ്പെട്ടതായി കണ്ടെത്തിയത്. അപ്പോൾ ബോയിങ് അത്ര ചില്ലറക്കാരൊന്നുമല്ല. സ്വന്തം ബിസിനസ് ലാഭത്തിന് വേണ്ടി ചിലപ്പോൾ കൊല്ലാനും മടിയില്ലാത്തവരായിരിക്കാം, നമുക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, ഇങ്ങനെയുള്ള ഫാക്റ്റുകൾ ചരിത്രത്തിൽ കിടപ്പുണ്ട്. 3-4 വർഷങ്ങൾക്ക് മുൻപ്, 5-10 വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഈ ബോയിങ് എന്ന കമ്പനിയിൽ വിമാന കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ തന്നെ അതുകൂടാതെ പുതിയൊരു ആരോപണം, പുതിയതെന്ന് പറയാൻ പറ്റത്തില്ല, ഈ വിമാന അപകടം ഉണ്ടായി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വന്ന ഒരു പത്രവാർത്തയായിരുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനകത്തെ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ ഈ വിമാനത്തിന്റെ ടെക്നിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് പരാതിപ്പെട്ടിരുന്നു. അതായത് വിമാനത്തിൽ AC വർക്ക് ചെയ്യുന്നില്ല. ചിന്തിക്കുക, ഏതാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആയിരുന്നു അഹമ്മദാബാദ് ടു ലണ്ടൻ എന്ന് പറഞ്ഞ ഈ ബോയിങ് എയർലൈൻ. ആ ഫ്ലൈറ്റിൽ AC വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എത്രമാത്രം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ എറർ തന്നെയാണ്. AC വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ എറർ അവിടെ സംഭവിച്ചത്. അത് എന്തുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ആ ശ്രദ്ധയില്ലായ്മയാണ് പറന്നു പൊങ്ങി 800 അടിയായപ്പോൾ ഏതാണ്ട് സെക്കൻഡ് ഓഫ് ഫ്രാക്ഷനിൽ ആ വിമാനം തകർന്നു വീഴാനുള്ള ഒരൊറ്റ കാരണം. കാരണം അഹമ്മദാബാദിൽ യാത്ര ചെയ്ത് ഇറങ്ങിയ യാത്രക്കാരൻ, ഡൽഹിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ആയിരുന്നു, ആ ഡൽഹി അഹമ്മദാബാദ് ടു ലണ്ടൻ ആയിരുന്നു ആ ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിൽ ഇത്രയും ഒരു ടെക്നിക്കൽ എറർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അത് പരിഹരിച്ചില്ല എന്നുള്ള ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒരു പക്ഷേ ഈ ബോയിങ്ങിന്റെ ടെക്നിക്കൽ തകരാറാണ് ഇതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് മുഴുവനും ഇത് ഒരു വലിയൊരു നാണക്കേടായി മാറും. കാരണം 2 വിമാന കമ്പനികളെ വിമാനം നിർമ്മിക്കുന്നുള്ളൂ, അതിലൊന്ന് ബോയിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലും 10-500 വിമാനങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന ഈ സമയത്ത് ഈ ബോയിങ്ങിന് ടെക്നിക്കൽ എറേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർ സുരക്ഷ മുൻനിർത്തിയല്ല വിമാനങ്ങൾ നിർമ്മിക്കുന്നതെന്ന് ലോകം അറിഞ്ഞാൽ എത്രമാത്രം വലിയ ഒരു നഷ്ടമാണ് ആ കമ്പനിക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ആരുടെ തലയിൽ കെട്ടിവെക്കണമെന്ന് ആലോചിച്ചാണ് ഇപ്പോൾ പരസ്പരം മത്സരിക്കുന്നത്. ഇതൊരു പക്ഷേ പല രാജ്യ തലവന്മാരുടെയും
തലയിൽ കെട്ടിവെക്കേണ്ടതായിട്ട് കാരണം ഇതിന്റെയൊക്കെ ഷെയറും ഇതിന്റെയൊക്കെ കോടികളും മില്യൺസും ഒക്കെ അവരുടെ പോക്കറ്റിലേക്കൊക്കെ പോകുന്നുണ്ടാവും. എന്തായാലും നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് മാത്രമാണ്. ഒരു വിമാനം അല്ലെങ്കിൽ ഏത് വാഹനവും ആയിക്കോട്ടെ, ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതിന്റെ സേഫ്റ്റിയാണ്. കാരണം പ്രത്യേകിച്ചും വിമാനം എന്ന് പറഞ്ഞാൽ പറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആകാശത്തിലാണ്, എയറിലാണ്, ഭൂമിയായിട്ട് ഒരു ബന്ധവുമില്ല. വിമാന യാത്ര മനോഹരമാണ്, അതുപോലെ തന്നെയാണ് അതൊന്ന് ക്രാഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദുരന്തമാണ്. ഒരു മനുഷ്യനെയും മുഖം പോലും തിരിച്ചറിയാനാവാത്ത പരുവത്തിലാണ് ഈ അഹമ്മദാബാദ് ഫ്ലൈറ്റ് തകർന്നു വീണത്. ഒരാളുടെയും മുഖമില്ല, രൂപമില്ല, ഒന്ന് കാണാൻ പോലുമുള്ള ഒരു ആകൃതി പോലും ഇല്ല. ആ പരുവത്തിനാണ് അതെല്ലാവരും കത്തിക്കരിഞ്ഞു പോയത്. DNA വെച്ചാണ് ഇന്നും ഓരോരുത്തരെയും ഓരോ മൃതശരീരങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ദുരന്തമായിരിക്കും ഒരു വിമാന അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട വിമാന കമ്പനികൾ അത് ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് കർശനമായ നടപടികൾ ഈ രാജ്യത്തലവന്മാരാകട്ടെ ഈ ലോകത്തുള്ള രാജ്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ എടുക്കണമെന്നാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.